بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് സർവശക്തനായ അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിയാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ ഭാഗ്യമാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ശഅബാൻ മാസത്തിന്റെ ശ്രദ്ധേയമായ ഒരു പ്രധാന അമലാണ് ശഅബാനിലെ സുന്നത്ത് നോമ്പുകൾ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട നോമ്പാണ് ശഅബാനിലെ നോമ്പ്. ധാരാളം ഹദീസുകൾ കൊണ്ടും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രമുഖമായ ഉദ്ധരണികൾ കൊണ്ടും മഹാന്മാരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ നമ്മുടെ സലഫു സാലിഹീങ്ങൾ പൂർവീകർ അനുഷ്ഠിച്ചതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള, മനസ്സിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു പുണ്യമായ അമല് ശഅബാനിലെ നോമ്പ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമല് ഏതെന്ന് ചോദിച്ചാൽ അത് നോമ്പാണ്. റബ്ബിന്റെ ചില പ്രഖ്യാപനങ്ങൾ നമ്മെ അത് ബോധ്യപ്പെടുത്താണ്. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണുന്ന വളരെ പ്രമുഖമായ ഒരു ഖുദ്സിയായ ഹദീസുണ്ട്, വളരെ പ്രശസ്തമായ ഹദീസ്. അസ്സൗമുലി വ അന അജ്സി ബിഹി, നോമ്പ് എന്റേതാ, നോമ്പ് എനിക്ക് മാത്രമുള്ളതാ, നോമ്പ് എന്റെ പ്രത്യേക ഇഷ്ടത്തിലുള്ള അമലാണ്, ഞാനതിന് പ്രത്യേകമായി പ്രതിഫലം നൽകുമെന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം പഠിപ്പിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന നോമ്പ് എന്നൊന്നുമില്ല, അള്ളാഹുവിന് നോമ്പ് ഏതും ഇഷ്ടമാണ്. ഒരു നോമ്പുകാരനെ അള്ളാഹു ഇഷ്ടപ്പെടാം. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ അതിന്റെ ന്യായം പറയുന്നത്, ഏതൊരു അമല് ഒരു അടിമ ചെയ്യുമ്പോഴും മറ്റു ആളുകൾ അത് കാണുന്നുണ്ട്, കാണാൻ സാധ്യതയുണ്ട്. നോമ്പിൽ അങ്ങനെയില്ല. ഒരു ഹജ്ജ് ചെയ്യുന്ന ആളെ കുറിച്ച് മറ്റുള്ള കൂടെയുള്ള ആളുകൾക്ക് അത് കാണാൻ കഴിയാണ്, ആ അമല് മറ്റുള്ളവർ കാണാണ്. ഒരു നിസ്കാരക്കാരനെ മറ്റുള്ള ആളുകൾ ആ നിസ്കരിക്കുന്ന അവസ്ഥയെ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. സൃഷ്ടാവും അവന്റെ അടിമയും മാത്രം അറിയുന്ന ഒരു രഹസ്യമായ അമലാണ് നോമ്പ്. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ 40 കൊല്ലം നോമ്പെടുത്തു. പക്ഷെ ലാ യഅലമു ബിഹി അഹദ്, അദ്ദേഹത്തിന്റെ നോമ്പ് ഒരാൾക്കും അറിവില്ലായിരുന്നു. അദ്ദേഹം നോമ്പെടുക്കുന്ന ആളാണെന്ന് ആർക്കും ഈ 40 കൊല്ലമായിട്ട് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അങ്ങാടിയിലേക്ക് പോകും, രാത്രിയാ പോകുമ്പോൾ വീട്ടിൽ നിന്നും 2 റൊട്ടി കൊണ്ടുപോകും. വീട്ടുകാർ മനസ്സിലാക്കും ആ വലിയ 2 റൊട്ടി ഒരെണ്ണം പകല് കഴിക്കാനും ഒരെണ്ണം രാത്രി കഴിക്കാനും ആയിരിക്കുമെന്ന്. ഇദ്ദേഹം ആ റൊട്ടിയുമായി പോയിട്ട് അദ്ദേഹം അത് സദഖ ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആവശ്യമായ ജീവൻ നിലനിർത്താനുള്ള ആ ഭക്ഷണത്തിന്റെ ധർമ്മം കഴിഞ്ഞാൽ പിന്നെ ബാക്കി അദ്ദേഹം സദഖ ചെയ്യുക എന്ന സ്വഭാവം. വീട്ടുകാർ മനസ്സിലാക്കി കൊണ്ടുപോയത് കഴിച്ചു എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പകല് ഭക്ഷണം കഴിക്കാത്തത്, അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമായി വീട്ടിലേക്ക് വരാത്തത്. അദ്ദേഹം വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഈ റൊട്ടി രാത്രിയിലെ പട്ടിണിക്കാർക്ക് കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കി, അങ്ങാടിയിലും പരിസരത്തുമുള്ളവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി, വീട്ടിൽ നിന്നും കഴിച്ചിട്ട് വരുന്നു, ബാക്കിയുള്ളത് ദാനം ചെയ്തു എന്ന്. ഈ രീതിയിൽ ഒരു മഹാൻ നോമ്പെടുത്ത കഥ ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ പറയുന്നുണ്ട്. ഈ അടുത്ത ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത് പറഞ്ഞതുമാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു രഹസ്യമായ അമല്, ഇതിന്റെ ഹരം കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ആവേശമായിരിക്കും ഈ നോമ്പിന്റെ ഹരം കിട്ടുന്ന ആളിൽ ആ അമല് കൊണ്ട് ഉണ്ടായിത്തീരുന്നത്. അള്ളാഹു ഈസ നബിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഈസ നബിയോട് അള്ളാഹു പറയുന്നത്, എന്നെ കാണുക എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യത്തിലേക്ക് എത്താൻ ഈസ നബിയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായി അങ്ങയുടെ വയറ് ഒന്ന് പട്ടിണി കിടക്കുക എന്നുള്ളതാണ് റബ്ബിന്റെ പ്രഖ്യാപനം. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ രേഖപ്പെടുത്തുന്നു. തജൂഉ തറാനി, അങ്ങയുടെ വയറ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഒന്ന് വിശപ്പറിയട്ടെ, എന്നാൽ എന്നെ കാണാം, അങ്ങ് നോമ്പ് പിടിച്ചോളൂ, എന്നെ കാണാം എന്ന പ്രഖ്യാപനം അള്ളാഹു ഈസ നബിയോട് പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അത്രത്തോളം മഹാന്മാരുടെ ജീവിതത്തിൽ നോമ്പ് എന്നുള്ളത് ലഹരിയായി മാറിയിട്ടുണ്ട്. അവർ അത് ആസ്വദിച്ചിട്ടുണ്ട്.
അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് കണ്ടെത്താൻ പൈശാചികമായ പ്രയാസങ്ങളിൽ നിന്നും പ്രേരണകളിൽ നിന്നും പൈശാചിക പ്രചോദനങ്ങളിൽ നിന്നും നഫ്സിനെ ഒഴിവാക്കിയെടുക്കാൻ മഹാന്മാർ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് നോമ്പ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വീകാര്യയോഗ്യമായ പ്രതിഫലേച്ഛയുടെ അർഹതയുള്ള ഒരു നോമ്പിന്റെ പരിഗണന അള്ളാഹു നൽകുന്നത് സ്വർഗം എന്നുള്ളതാണ്. സ്വർഗത്തിലാവട്ടെ ആ നോമ്പുകാരൻ, ഏത് നോമ്പുകാരൻ? സ്വീകാര്യയോഗ്യമായ ഒരു നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടിയവൻ ഇപ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും 70,000 കൊല്ലം സഞ്ചരിച്ചാൽ ആ നരകത്തിന്റെ അടുത്തെത്താൻ കഴിയും. അത്രയും നരകത്തിൽ നിന്നും അകലെയായിരിക്കും അവൻ സ്വർഗത്തിലെത്താ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഷഅബാൻ മാസത്തിൽ എല്ലാവർക്കും നോമ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. നോമ്പിന് ആഗ്രഹിക്കുന്നവരുണ്ട്, ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധ ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർ നിർബന്ധമായും അറിയേണ്ട 4 കാര്യങ്ങളാണ്. വളരെ ഗൗരവകരമായ 4 കാര്യങ്ങൾ. വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം. ഒന്നാമത് അറിയണം, ഷഅബാനിൽ നോമ്പെടുക്കുന്ന ഏതൊരു നോമ്പുകാരനും ഏതൊരു മുഅ്മിനും ഒന്നാമത് അറിയാം, നമ്മൾ ഈ ഷഅബാൻ മാസത്തിൽ നിലകൊള്ളുന്നത് വലിയ ഒരു ഉത്തരവാദിത്വത്തിലാണ്. അതായത് ഒന്നാമത് അറിയേണ്ടത് റഫ്ഉൽ അഅ്മാൽ, നമ്മുടെ അമലുകളെ ഉയർത്തുന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അമലുകളെ ഭൂമിയിൽ നിന്നും അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണം. നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അമലുകളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തുന്നത് എല്ലാ ദിവസവും ഉയർത്തുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ഉയർത്തുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ ഉയർത്തപ്പെടൽ അത് ശഅബാൻ മാസത്തിലാണ്. അപ്പൊ അതേക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. നമ്മൾ അത് ആ ഒരു ബോധത്തോടു കൂടെ ആയിരിക്കണം ഈ ശഅബാനിൽ കഴിയേണ്ടത്, പ്രത്യേകിച്ച് നോമ്പെടുക്കുന്നവർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു നോമ്പുകാരനായി നമ്മൾ കഴിയുമ്പോൾ ഒരു നോമ്പുകാരന്റെ അമലായിരിക്കും മലക്കുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത് എങ്കിൽ ശഅബാൻ മാസത്തിൽ നമ്മൾ നോമ്പുകാരനാണ്. ആ നോമ്പുകാരന്റെ അമൽ എന്ന പരിഗണന നമുക്ക് കിട്ടാൻ ശഅബാൻ മാസത്തിലെ ഈ മഹത്തായ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് പറയാം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടത്തോട് ചേരാൻ, ഹബീബിന്റെ മഹബത്തിനോട് ചേരാൻ ഈ ശഅബാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ അറിയേണ്ടത് റമളാനിലേക്ക് ഒരു പരിശീലനവും റമളാനിലെ നോമ്പ് എളുപ്പമാവാനുള്ള ഒരു പ്രത്യേകമായ ഭാഗ്യവും ശഅബാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് നമുക്ക് നേടാൻ കഴിയും എന്നുള്ളതാണ്. അതായത് റമളാനിന്റെ പരിശീലന കളരിയായി ശഅബാനിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത് അറിയേണ്ട കാര്യം. നാലാമത് അറിയേണ്ടത് ശഅബാനിലെ സുന്നത്ത് എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമായി ആ ഒരു നിയ്യത്തില് ശഅബാൻ 15 ശേഷമുള്ള 15 നോമ്പ് അത് മാത്രം ഒരാൾ എടുക്കുന്നുവെങ്കിൽ അത് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഹറാമിന്റെ അവസ്ഥയിൽ വരെ എത്തും എന്നുള്ളതാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് പറയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. ആദ്യം പറഞ്ഞത് ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർ നിർബന്ധമായും അറിയേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് നമ്മുടെ അമലുകളെ കുറിച്ചുള്ള ഒരു ബോധം. ഈ അമലുകളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണം. അതിനെക്കുറിച്ചുള്ള ഒരു വിശദാംശമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളൊരു നോമ്പുകാരനായിരിക്കെ നമ്മുടെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ എത്താനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിൽ ഉപയോഗപ്പെടുത്താം. ആ ഭാഗം വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് പറയുന്നുണ്ട്, ഖാലൽ ഉലമാഉ റഫഉൽ അഅമാലി അലാ സലാസി ദറജാത്ത്. ഒരു മനുഷ്യന്റെ അമലിനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം പ്രതിദിനം ഉയർത്തുക എന്നതാണ്. രണ്ടാമത്തേത് പ്രതിവാരം, ആഴ്ചയിൽ ഒരിക്കൽ. മൂന്നാമത്തേത് പ്രതിവർഷം, അതായത് ശഅബാൻ മാസത്തിലായിരിക്കും. ഈ രീതിയിലുള്ള അമല് ഉയർത്തൽ ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ശഅബാൻ മാസത്തിലാണ്, നമ്മുടെ അമല് ഉയർത്തുന്നുണ്ട്.
കേട്ടോളൂ, ഹദീസുകൾ കേട്ടോളൂ. എല്ലാ ദിവസവും നമ്മുടെ അമല് ഉയർത്തും എന്നതിനെ കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി ثم يعرج الذين باتوا فيكم فيسألهم الله وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നമ്മുടെ അമൽ ഉയർത്തുന്നുണ്ട്. സുബഹിക്കും അസറിനും 2 സംഘം മലക്കുകൾ വന്നു പോകുന്നുണ്ട് നമ്മുടെ ഓരോ ദിവസത്തിലും. ഒരു സംഘം വരുന്നു സുബഹിക്ക്, അപ്പൊ സുബഹിക്ക് അടുത്ത സംഘം മുകളിലേക്ക് ഉയർന്നു പോകുന്നു. എന്നിട്ടോ സുബഹി മുതൽ അസർ വരെ അവർ നിലനിൽക്കും. അസറിന് അവർ ഉയരുമ്പോൾ അടുത്ത സംഘം വരുന്നു അസറിന്. ഇങ്ങനെ മലക്കുകളുടെ 2 സംഘങ്ങൾ വന്ന് സംഗമിക്കുന്ന 2 ടൈം ആണ് അസറും സുബഹിയും. അസർ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും. അപ്പൊ അസറിനും സുബഹിക്കും വലിയ പ്രാധാന്യം ഇസ്ലാമിക കർമ്മശാസ്ത്രം വിഭാവനം ചെയ്യുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഈ മലക്കുകൾ വന്ന് നമ്മെ നിരീക്ഷിച്ചു പോയി അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, എന്റെ അടിമകളെ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെയാ കണ്ടെത്തിയത്? അവര് പറയും, റബ്ബേ, ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അവിടുന്ന് തിരിച്ചു പോരുമ്പോഴും, അതായത് ഞങ്ങൾ സുബഹിക്ക് അവിടെ ചെല്ലുമ്പോഴും അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ അസറിന് തിരിച്ചു പോരുമ്പോഴും നിസ്കാരത്തിലാണ്. അപ്പൊ മറ്റേ സംഘം പറയും, ഞങ്ങൾ അസറിന് അവിടെ എത്തുമ്പോൾ അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ സുബഹിക്ക് തിരിച്ചു പോരുമ്പോ അവര് നിസ്കാരത്തിലാണ്. അപ്പൊ നിസ്കാരക്കാരായിരിക്കെ ഞങ്ങൾ അവരെ കണ്ടു, അവർ നിസ്കരിക്കുന്നവരാണ് എന്ന് അള്ളാന്റെ മുന്നിൽ ഈ മലക്കുകൾ സാക്ഷി പറയും. അപ്പൊ ഈ മലക്കുകൾ അസറിനും സുബഹിക്കും വരുന്നത് നമ്മുടെ അമലുകളെ ഉയർത്താൻ വരുന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ദിവസത്തിൽ നമ്മുടെ അമൽ ഉയർത്തുന്നുണ്ട്. ഇനി കേട്ടോളൂ, ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ അമൽ ഉയർത്തുന്നുണ്ട്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ അത് സംബന്ധമായ ഹദീസ് പറയുന്നു. അപ്പൊ അമൽ ഉയർത്തപ്പെടുന്ന 2ാമത്തെ ഘട്ടം കേട്ടോളൂ. ഹബീബ് പഠിപ്പിക്കുന്നു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്ന അഅമാല ബനി ആദമ തു'റദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹ്മിൻ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, എല്ലാ വെള്ളിയാഴ്ച രാവിലും ആദം സന്തതിയുടെ അമല് അല്ലാഹു ഉയർത്താണ്, അമല് കൊണ്ടുപോവാണ്. അമല് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുകയാണ്, കെട്ടിക്കിടക്കുന്നില്ല, ഇവിടുന്ന് അമല് കൊണ്ടുപോവാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അമല് സ്വീകരിക്കുന്നു എന്നാ പറഞ്ഞതിനർത്ഥം. ആഴ്ചയിൽ ഒരിക്കൽ കുടുംബ ബന്ധം മുറിച്ചവന്റെ അമല് അന്ന് എടുക്കൂല, ആ അമല് സ്വീകരിക്കപ്പെടൂല. ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോകുന്നതിൽ ആ ആഴ്ചയിൽ ഏതെങ്കിലും കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ അമൽ അവിടെ ഇട്ടിട്ട് പോകും മലക്കുകൾ, അത് എടുക്കൂല, പടച്ചോൻ സ്വീകരിക്കൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ആ ഹദീസ് കാണാം. ഇപ്പൊ ആഴ്ചയിലതും ദിവസത്തിലതും അമൽ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിഷയം അടുത്തതാണ്. വർഷത്തിൽ ഉയർത്തുക എന്നതാണ് അമൽ ഉയർത്തപ്പെടുന്ന 3 ഘട്ടങ്ങളിലെ 3ാമത്തെ ഘട്ടം. വർഷത്തിൽ ഒരിക്കൽ ഉയർത്തും. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ അത് സംബന്ധമായ ഒരു ഹദീസ് പറയുന്നുണ്ട്. കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിക്കുന്നുണ്ട്. ഒരു ശഅബാൻ മാസത്തിലാ ചോദിക്കുന്നത്, ലം അറക തസൂമു മിൻ ശഹരിൻ മിനശ് ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. യാ റസൂലല്ലാഹ്, ഹബീബേ, ശഅബാനിൽ പോലെ അങ്ങ് മറ്റൊരു മാസം ഇതുപോലെ നോമ്പെടുക്കുന്നത് കാണുന്നില്ലല്ലോ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ശഅബാനിലെ ഒരു പരിഗണന മറ്റൊരു മാസത്തിൽ അങ്ങ് പ്രത്യേകം നൽകുന്നതായി കാണുന്നില്ലല്ലോ. എന്താണ് ഈ ശഅബാനിൽ ഇത്ര പ്രത്യേകമായി അങ്ങ് പരിഗണിക്കുന്നത് എന്ന് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഅബാൻ മാസത്തെ റസൂലുള്ളാഹി പരിഗണിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പൊ ഹബീബ് പറഞ്ഞു, ഷഅബാനെ പരിഗണിക്കാൻ കാരണമുണ്ട് മോനെ. ഷഅബാൻ എന്ന് പറഞ്ഞാൽ റജബിന്റെ പവിത്രത ഇങ്ങനെ എല്ലാവരാലും ചർച്ച ചെയ്യപ്പെട്ടും പറയപ്പെട്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ റജബ് വലിയ ആദരണീയമായി ഇങ്ങനെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റമദാന്റെ ആദരണീയമായ അവസ്ഥയും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഈ 2 ആദരണീയ മാസങ്ങളുടെ ഇടയിൽ പരിഗണിക്കപ്പെടാതെ പോകുമോ
ഷഅബാൻ മാസത്തെ അതത്ര ചർച്ചയാകുന്നില്ല, സമൂഹത്തിൽ അത്ര ചർച്ചയാകുന്നില്ല. കേട്ടോളൂ, റസൂലുള്ളാഹി പറഞ്ഞത് എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാലിക ഈ ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന, ജനങ്ങൾക്കിടയിൽ വേണ്ട വിധം ചർച്ചയാവാതെ പോകുന്ന മാസമാണ് ഷഅബാൻ. അതുകൊണ്ട് ഞാൻ ആ മാസത്തെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ആ ശ്രദ്ധിക്കൽ സമൂഹത്തിൽ ചർച്ചയാകും. ആര് ശ്രദ്ധിച്ചത്? റസൂലുള്ളാഹി ഷഅബാനെ ശ്രദ്ധിച്ചത് ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് പറയുന്ന അവസ്ഥ മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഷഅബാനെ പരിഗണിച്ചവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഇനി കേട്ടോളൂ, ഹബീബ് പറയുകയാണ്, വഹുവ ഈ ഷഅബാൻ മാസം ശഹ്റുൻ അതൊരു മാസാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഈ ഷഅബാൻ മാസത്തിൽ മനുഷ്യരുടെ അമലുകളെ കൊല്ലത്തിൽ ഒരിക്കൽ ഉയർത്തുക എന്ന രീതിയിൽ ഈ അമലുകളെ ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടിമയുടെ അമലുകൾ കൊല്ലത്തിലൊരിക്കൽ ഉയർത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വൈം, ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തണം എന്നതാണ് എന്റെ ഇഷ്ടം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തട്ടെ. അതാ ഞാൻ ഈ ഷഅബാനിൽ നോമ്പ് പിടിക്കാൻ കാരണം. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ ഒരു നോമ്പുകാരന്റെ അമല് എന്ന പരിഗണന അള്ളാന്റെ അടുക്കൽ എന്റെ നോമ്പ് എത്തുമ്പോൾ കിട്ടും എനിക്ക്. അതാണ് ഷഅബാനിലെ മഹത്തായ അവസരം. ഞാൻ നോമ്പായി അനുഷ്ഠിച്ച് ഷഅബാനിലെ അമല ഉയർത്തുക എന്ന പരിഗണനയിൽ, അമല ഉയർത്തുന്നതിൽ നോമ്പുകാരൻ എന്ന പരിഗണനയിൽ പെടാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ട, ഒരു നോമ്പുകാരൻ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ഷഅബാനിലെ നോമ്പെടുക്കുന്ന നോമ്പുകാരൻ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, അമലുകൾ ഉയർത്തുമ്പോൾ ഒരു നോമ്പുകാരന്റെ അമല് എന്ന പരിഗണന നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടാൻ ഷഅബാൻ മാസത്തിൽ അമല് ഉയർത്തുമ്പോൾ നമുക്ക് നോമ്പുണ്ടാവുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു ബോധവും ആ ഒരു തീരുമാനമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഷഅബാനിലെ നോമ്പ് കൊണ്ട് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർ നിർബന്ധമായും അറിയേണ്ട രണ്ടാമത്തെ കാര്യം, ഇതൊരു സാധാരണ നോമ്പല്ല. ഷഅബാൻ മാസത്തിലെ നോമ്പ് ഒരു സാധാരണ നോമ്പല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട നോമ്പാണ് ഷഅബാൻ മാസത്തിലെ നോമ്പ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇഷ്ടത്തോട് നമുക്ക് ചേരാൻ കഴിയുന്ന ഒരു അമലാണ് ഈ ഷഅബാനിലെ നോമ്പ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള നോമ്പായിരുന്നു, അമലായിരുന്നു ഷഅബാനിലെ നോമ്പ്. ആ ഇഷ്ടത്തോട്, അതായത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോട് നമുക്ക് ചേരാൻ കഴിയും ഈ നോമ്പിലൂടെ. ഇത് നോമ്പുകാരൻ അറിയണം. അപ്പൊ ഒരു വലിയ സന്തോഷമായി നോമ്പ് കൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ നമ്മളും ഇഷ്ടപ്പെടുന്നു, അഥവാ മഹബ്ബത്ത് റസൂലിന്റെ ഭാഗമാണ് ഈ നോമ്പ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഷഅബാനിലെ നോമ്പ്. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ പരിഗണന നമ്മുടെ നോമ്പിനെ നമ്മുടെ നോമ്പിനെ നമ്മൾ നൽകണം. നമ്മളൊരു സാധാരണ നോമ്പല്ല ഇപ്പൊ പിടിച്ചിരിക്കുന്നത്, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടൊരു നോമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന ഒരു പരിഗണന നമ്മുടെ നോമ്പിനെ കുറിച്ച് നമുക്കുണ്ടാവണം. മഹബത്തിന്റെ നോമ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് പരമാവധി ഹയാത്താക്കുന്ന ആളും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളും ഈ ഷഅബാനിലെ നോമ്പുകാരനാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സംബന്ധമായുള്ള ഒരു വിശദീകരണമാണ് ഇനി പറയുന്നത്. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ മാസത്തിന്റെ നോമ്പിനെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് കേട്ടോളൂ. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഹദീസാണ്. മഹാന്മാരായ ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള, മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇബ്നു അസാകിർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, വശഅബാനു ശഹരി, എന്റെ പ്രിയപ്പെട്ട മാസമാണ് ഷഅബാൻ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ മാസമാണ് ഷഅബാൻ. അവിടുന്ന് ഈ ഷഅബാൻ മാസത്തെ വരവേറ്റത് സന്തോഷത്തോടുകൂടെ നോമ്പെടുത്തിട്ടാണ്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ അത് സംബന്ധമായ ഹദീസ് പറയുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഹദീസ് പറയുന്നുണ്ട്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. കേട്ടോളൂ, പരിശുദ്ധ ഷഅബാൻ മാസം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മാസത്തെ വരവേറ്റത് നോമ്പ് പിടിച്ചുകൊണ്ടാണ്. നോമ്പെടുക്കാൻ അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്,
കാന അഹബ്ബശ്ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യസൂമഹു ശഅബാനു സുമ്മ യസിലുഹു ബിറമളാൻ. ഹബീബായ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മാസം അത് ശഅബാൻ മാസമായിരുന്നു. ഷഅബാനിലെ നോമ്പ് ഇങ്ങനെ തുടർത്തി കൊണ്ടുവന്ന് റമദാനിനോട് ചേർത്ത് റമദാനും നോമ്പെടുക്കുന്നു. റമദാനിൽ ഓടി അങ്ങ് വന്നിട്ട് നോമ്പെടുക്കല്ല ചെയ്യുക, ഷഅബാനിൽ തുടങ്ങിയിട്ട് അത് റമദാനിലേക്ക് അങ്ങ് ചേർത്ത് പോവലായിരുന്നു റസൂലുള്ളാഹിയുടെ പതിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാക്കിം ഇമാം മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, ബൈഹഖി ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ധാരാളം മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നോമ്പെടുക്കാൻ അത് ഷഅബാനിലായിരുന്നു. ഇതെന്റെ വക പറഞ്ഞതല്ല. ഹബീബ് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ഷഅബാനിലെ നോമ്പിനെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി കണ്ടോളൂ, ചില വർഷങ്ങളിൽ റസൂലുള്ളാഹി ഷഅബാൻ മാസത്തിൽ നോമ്പെടുത്ത ദിവസങ്ങളാണ് നോമ്പെടുക്കാത്ത ദിവസങ്ങളെക്കാൾ കൂടുതൽ. അതായത് ഷഅബാൻ മാസത്തിൽ കൂടുതൽ ദിവസവും റസൂലുള്ളാഹിക്ക് നോമ്പായിരുന്നു. ചില വർഷം അങ്ങനെയായിരുന്നു, ഫുള്ള് പിടിച്ചിട്ടില്ല ചില വർഷം. അതെന്തെങ്കിലും അസ്വസ്ഥതയോ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് നിർബന്ധമാണെന്ന് സമൂഹം ധരിച്ചു പോവാം. നിർബന്ധമാണെന്ന് ധരിച്ചു പോകും റസൂലുള്ളാഹി എല്ലാ ദിവസവും നോമ്പെടുത്ത. അങ്ങനെ ശറഇൽ ഇത് നിർബന്ധമാണ് എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിർബന്ധിതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒഴിവാക്കിയതായിരിക്കാം. ഏതായാലും ഒഴിവാക്കിയതിനേക്കാൾ കൂടുതൽ ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ദിവസവും നോമ്പുകാരനായിരുന്നു. കണ്ടോളൂ, ഹദീസ് കണ്ടോളൂ. ഇമാം ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് പറയുന്നുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമളാന. ഹബീബായ നബി തങ്ങൾ കൂടുതൽ ദിവസവും ഷഅബാനിൽ നോമ്പുകാരനായിരുന്നു. അവിടുന്ന് നോമ്പെടുക്കും, നോമ്പില്ലാത്ത അവസ്ഥയും ഉണ്ടാവും. 2 ദിവസം നോമ്പെടുത്താൽ 1 ദിവസം നോമ്പില്ല, 3 ദിവസം നോമ്പെടുത്താൽ 2 ദിവസം നോമ്പില്ല, അങ്ങനെ കൂടുതൽ ദിവസം നോമ്പെടുക്കാം. ഇങ്ങനെയായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മാസം 1 മുതൽ എല്ലാ ദിവസവും ഫുള്ളായി പൂർണ്ണമായും റസൂലുള്ളാഹി നോമ്പെടുക്കുന്നത് റമളാൻ അല്ലാതെ മറ്റൊരു മാസത്തെ ഞാൻ കണ്ടിട്ടില്ല, അത് ശഅബാൻ അല്ലാതെ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഏറ്റവും കൂടുതൽ ദിവസം നോമ്പുള്ളത്, ഒരു മാസത്തിൽ കൂടുതൽ ദിവസം നോമ്പുള്ളത് റമളാന് ശേഷം ഹബീബായ നബി തങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു മാസം അത് ഷഅബാൻ ആയിരുന്നു. ഷഅബാനിൽ കൂടുതൽ ദിവസവും റസൂലുള്ളാഹിക്ക് നോമ്പായിരുന്നു. ബുഖാരി മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി കണ്ടോളൂ, ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ചില വർഷങ്ങളിൽ ഷഅബാൻ മുഴുവനും നോമ്പായിരുന്നു. അള്ളാഹു ആ സുന്നത്ത് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പലരും രോഗമുള്ളവരും ആരോഗ്യക്കുറവുള്ളവരും ഒക്കെയാണ്. അതുപോലെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. റമളാൻ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. റമളാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. കേട്ടോളൂ, ചില വർഷങ്ങളിൽ ഹബീബിന്റെ ജീവിതത്തിൽ ചില വർഷങ്ങളിൽ ഷഅബാൻ പൂർണ്ണമായും അവിടുന്ന് നോമ്പ് എടുത്തിട്ടുണ്ട്, നോമ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇമാം അബൂ ദാവൂദിന്റെ സുനനുൽ ഹദീസിന്റെ, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഈ ഹദീസ് പറയുന്നുണ്ട്. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ ഒരു ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി അവറുകൾ പറയാണ്, അപ്പൊ ആയിഷ ബീവി പറഞ്ഞത് ഷഅബാൻ മാസത്തിൽ കൂടുതൽ ദിവസവും നോമ്പായിരുന്നു. ഇത് അടുത്ത ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്നഹു ലം യകുൻ യസൂമു മിനസ് സനത്തി ശഹ്റൻ താമ്മൻ ഇല്ലാ ശഅബാൻ യസ്ലുഹു ബി റമളാൻ. റമളാൻ പോലെ ഒരു മാസം ഫുള്ളായി റസൂലുള്ളാഹി, ഒരു മാസം പരിപൂർണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുള്ളത് ഷഅബാൻ മാസത്തിലാണ്. അവിടുന്ന് റമളാനിനോട് ഷഅബാനിനെ ചേർക്കുമായിരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദം റജബ് മുഴുവൻ നോമ്പെടുക്കുന്നതിൽ ഉണ്ട്. റസൂലുള്ളാഹി റജബ് മുഴുവൻ നോമ്പെടുത്തതായി ഹദീസുകളിൽ കാണപ്പെടുന്നില്ല. എന്നാൽ ഷഅബാൻ പൂർണ്ണമായും റസൂലുള്ളാഹി നോമ്പെടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ അനുവാദം റജബിലുണ്ട്. അനുവാദവും ചെയ്തതിന് തുല്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളിൽ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് എന്താണ്? നമ്മുടെ അമലുകൾ ഉയർത്തുന്നത് ഷഅബാനിലാണ്.
ആ സമയത്ത് നമുക്കൊരു നോമ്പുകാരനാണ് എന്ന പരിഗണന കിട്ടിയാൽ അത് വലിയൊരു സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് ഷഅബാനിലെ നോമ്പ്. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി വേറെയാണ്. ഇത് ഓരോ നോമ്പുകാരനും അറിഞ്ഞിരിക്കണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന ഓരോ നോമ്പുകാരനും അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഷഅബാനിൽ നോമ്പെടുക്കുമ്പോൾ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം റമളാൻ എളുപ്പമാവുക എന്നതാണ്. അത് നമ്മൾ അറിയണം. നമ്മൾ അതേക്കുറിച്ച് അറിഞ്ഞ് നമ്മൾ ഷഅബാനിൽ നോമ്പെടുക്കുമ്പോൾ അതിന്റെ സന്തോഷവും തൃപ്തിയും വേറെ തന്നെയാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. മഹാനായ ഇമാം ഇബ്നു റജബ് തങ്ങൾ അവിടുത്തെ ലതായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഫീ സൗമി ഷഅബാന മഅനൻ ആഖിർ, ഷഅബാൻ മാസത്തിലെ നോമ്പിന് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ലക്ഷ്യം അന്ന സിയാമഹു കത്തംരീന അലാ സിയാമി റമളാൻ, ഷഅബാൻ മാസത്തിലെ നോമ്പ് റമളാന്റെ നോമ്പിന്റെ പരിശീലനം പോലെയാണ്. ലിഅല്ലാ യദ്ഖുല ഫീ സൗമി റമളാന അലാ മശഖത്തിൻ വകുൽഫ, ഷഅബാനിൽ നോമ്പെടുക്കുന്ന ആള് റമളാനിൽ നോമ്പ് മുഖേന ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളിലോ ക്ഷീണങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ഒന്നും പെടുകയില്ല. അത് ഷഅബാനിൽ കിട്ടിയ ഒരു പരിശീലനം. പട്ടിണി കിടന്ന് പരിശീലിച്ച ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് ഷഅബാനിൽ അവന്റെ ശരീരത്തെ മെരുക്കിയെടുത്താൽ റമളാൻ അത് എളുപ്പമാകും. ഇനി കേട്ടോളൂ, എന്നല്ല ബൽ ഖത്തമറന അല സിയാമി, നോമ്പ് കൊണ്ടവൻ പരിശീലിച്ചു. വഅതാദഹു, നോമ്പിൽ അവൻ പതിവായി. വവജദ ബിസിയാമി ശഅബാന ഖബ്ലഹു, റമളാന്റെ മുമ്പ് ശഅബാനിലെ നോമ്പ് എടുക്കുക വഴി അവന് കിട്ടിയത് ഹലാവത്ത സിയാമി, നോമ്പിന്റെ ഒരു മധുരം കിട്ടും, ഒരു ഹരം കിട്ടും. വലദ്ദതഹു ഫയദ്ഖുലു ഫീ സിയാമി റമളാന ബിഖുവ്വത്തിൻ വനശാത്ത്, ശഅബാനിലെ നോമ്പ് കൊണ്ട് കിട്ടുന്ന ആത്മീയ പരിശീലനവും ആത്മീയ ചിന്തകളും റമളാനിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഉന്മേഷവും ആവേശവും നൽകും. അള്ളാഹു നമുക്ക് നമ്മുടെ ആയുസ്സിൽ അങ്ങനെ ഒരു ഭാഗ്യത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ശഅബാൻ മാസം റമളാനിലേക്കുള്ള ഒരു പരിശീലന കളരിയായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതാണ് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി കേട്ടോളൂ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർ നിർബന്ധമായും അറിയേണ്ട നാലാമത്തെ കാര്യം, ശഅബാനിലെ സുന്നത്ത് മാത്രം ഉദ്ദേശിച്ച് ശഅബാൻ 15 ശേഷം 16 മുതൽക്ക് തീർത്തുള്ള എല്ലാ ദിവസവും ഒരാൾ നോമ്പെടുക്കുന്നു. അതിനു മുമ്പ് ഒന്നും നോമ്പെടുത്തിട്ടില്ല. ശഅബാനിന്റെ ആദ്യത്തെ 15 നോമ്പേ എടുത്തിട്ടില്ല. അയാൾ തീരുമാനിച്ചേക്കുന്നത് ആദ്യത്തെ 15 ഞാൻ എടുക്കണില്ല, ഞാൻ അവസാനത്തെ 15 എടുക്കാനാ തീരുമാനിച്ചത്. അതായത് ശഅബാൻ 15 ശേഷമുള്ള 16 മുതൽക്കുള്ള ദിവസം നോമ്പ് കൊണ്ട് തനിപ്പിക്കൽ, ആ ദിവസങ്ങളിൽ മാത്രം നോമ്പെടുക്കൽ. ഏത് ദിവസങ്ങളിൽ? 15 ശേഷമുള്ള ദിവസങ്ങളിൽ മാത്രം ഒരാൾ നോമ്പെടുക്കൽ. അതിനായി ഒരാൾ ഇറങ്ങൽ ഹറാമാണ്. അത് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? ഹബീബായ നബി തങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷെ 4 സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ട് കേട്ടോ. ശഅബാനിന്റെ ആദ്യത്തെ 15 നോമ്പേ എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരാള് 15 ശേഷം പോയി നോമ്പെടുക്കല് ഹറാമാണ്. പക്ഷെ 4 സന്ദർഭങ്ങളിൽ 4 കാരണങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ചയുണ്ട്. ആ 4 കാരണങ്ങൾ അടക്കം താഴെ പറയാം. അതെ, ആദ്യം ഈ വിഷയ സംബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഹദീസ് ഒന്ന് ചർച്ച ചെയ്യാം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് കാണാം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إذا انتصف الشعبان فلا تصوموا, ശഅബാൻ പകുതിയായാൽ ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള പകുതിയിൽ നിങ്ങൾ നോമ്പുകാരാവല്ലേ, അതിൽ മാത്രം നോമ്പുകാരാവല്ലേ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ഇമാം തുർമുദിയുടെ ജാമിയിൽ കാണുന്ന ഹദീസ്, ഇദാ ബഖിയ നിസ്ഫും മിൻ ശഅബാൻ ഫലാ തസൂമു, ശഅബാനിലെ ആദ്യത്തെ 15 നിങ്ങൾ നോമ്പെടുത്തിട്ടില്ല, എന്നാൽ ഇനി 15 ബാക്കിയുള്ള 15 നിങ്ങൾ നോമ്പുകാരാവല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസും അതിന്റെ ശറഹ് സഹിതമാണ് ഞാനിപ്പോൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് സംബന്ധമായിട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത്, അതുപോലെ തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയുന്നത്, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇത് സംബന്ധമായി പറയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. യഹ്റുമു സൗമു ബഅദ നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ അവസാനത്തെ 15 മാത്രമായി ഒരാൾ നോമ്പെടുക്കുക. ആദ്യത്തെ 15 നോമ്പേ എടുത്തിട്ടില്ല, അവസാനത്തെ 15 മാത്രം ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത്
അങ്ങനെ നോമ്പെടുക്കുക എന്നത് ഹറാമാകും. അങ്ങനെ നോമ്പെടുക്കൽ ഹറാമാണ്. പക്ഷെ 4 സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ട്. 4 സന്ദർഭം എന്താ? ആ 15 മാത്രമല്ല അവൻ നോമ്പ് എടുക്കുന്നത്, അതിന് മുമ്പ് നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവസാനത്തെ 15 നോമ്പെടുക്കാം. അല്ലെങ്കിലോ അവൻ സാധാരണ എല്ലാ മാസവും അവൻ അല്ലെങ്കിൽ സാധാരണ അവന്റെ പതിവ് എന്താന്ന് വെച്ചാൽ എല്ലാ മാസവും അവസാനത്തെ പകുതിയിലെ തിങ്കളും വ്യാഴവും നോമ്പുള്ള ആളാണ്. അങ്ങനെ ഒരു പതിവുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായും ഷഅബാനിലും അങ്ങനെയാണ് അവൻ ചെയ്യുക. പതിവ് അതാണ്. എല്ലാ മാസവും റജബാവട്ടെ, ഷഅബാനാവട്ടെ, മുഹറാവട്ടെ, ദുൽഖഅദാവട്ടെ, ദുൽഹിജ്ജ ആവട്ടെ, ഏത് അറബി മാസത്തിന്റെയും അവസാനത്തെ 15 ദിവസങ്ങളിലുള്ള തിങ്കളും വ്യാഴവും മൂപ്പർക്ക് പതിവായി നോമ്പുണ്ട് എങ്കിൽ ആ അടിസ്ഥാനത്തിലാണ് അവൻ ഇപ്പോൾ ഇവിടെ നോമ്പെടുക്കുന്നത് എങ്കിൽ ആ പതിവിനെ പരിഗണിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഹറാമാകും. അങ്ങനത്തെ പതിവാണ് മൂപ്പരുടെ പതിവ്. ഒരു റമദാനിലെ ഫുള്ള് നോമ്പ് പിടിച്ച പിന്നെ സുന്നത്ത് നോമ്പുകൾ സാധാരണ പിടിക്കുക ആദ്യത്തെ 15 പിടിക്കാറില്ല, ഒരു മാസവും പിടിക്കലില്ല, ഷഅബാനിലും പിടിക്കലില്ല. പിന്നെ മൂപ്പര് പിടിക്കുന്ന സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴത്തിന്റെ ആ സുന്നത്ത് നോമ്പ് ഷഅബാൻ മാസത്തിന്റെ വന്നപ്പോ കഴിഞ്ഞ മാസമൊക്കെ പിടിച്ചത് അവസാനത്തെ 15-ലാണ്. അപ്പൊ ആ അവസാനത്തെ 15-ലെ തിങ്കളും വ്യാഴവും നോമ്പെടുത്തു എന്നതിന്റെ പേരിൽ ഹറാമ് വരൂല. അല്ലെങ്കിൽ ഒരാൾ നേർച്ചയാക്കിയ നോമ്പ് അവൻ നേർച്ച വീട്ടുന്നത് എല്ലാ മാസവും അവസാനത്തെ 15 ദിവസം നോമ്പെടുക്കാൻ ഒരാൾ നേർച്ചയാക്കിയതാണ്. ആ അർത്ഥത്തിൽ വന്നപ്പോ ഷഅബാനും അങ്ങനെ വന്നു, ആ ആൾക്കും കുഴപ്പമില്ല, അല്ലാത്തവർക്കൊക്കെ ഹറാമാണ്. അല്ലെങ്കിൽ ഒരാളുടെ ഖളാ വീട്ടാനുള്ള നോമ്പുകള് അത് സുന്നത്ത് ഖളാ വീട്ടുന്നതാണെങ്കിൽ പോലും ഖളാ വീട്ടുന്ന നോമ്പ് ഖളാ വീട്ടലായി ഷഅബാൻ 15-ന് മുമ്പ് നോമ്പെടുക്കാത്ത ആള് ഖളാ വീട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഖളാ വീട്ടുമ്പോ അവിടെ ഫർള് നോമ്പ് ഖളാ വീട്ടലാണല്ലോ, അപ്പൊ അവിടെ സുന്നത്തായ നോമ്പല്ലല്ലോ, സുന്നത്തായ നോമ്പായി മാത്രം പരിഗണിച്ചു പിടിക്ക എന്നതാണ് ഹറാമ് വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഷഅബാൻ 15-ന് ശേഷം മാത്രം ഒരാൾ നോമ്പ് പിടിക്കാൻ നിൽക്കരുത്. അപ്പോ നമ്മൾ സാധാരണ ബറാഅത്ത് രാവ് ഷഅബാൻ 15-ാം രാവാണ്. ഷഅബാൻ 15-ന്റെ പകല് ഷഅബാൻ മാസത്തിന്റെ ഇപ്പുറത്തെ പകുതിയാ. 15-ന്റെ പകൽ എന്ന് പറയുന്നത് ഷഅബാൻ മാസത്തിന്റെ ഇപ്പുറത്തെ പകുതിയാ. 16 മുതൽക്ക് അപ്പുറത്തേക്ക് ഉള്ള കാര്യം ഇപ്പൊ ചർച്ച ചെയ്തത്. 15 എന്നത് ഇപ്പുറത്തെ പകുതിയാ. അപ്പൊ ഇപ്പുറത്തെ പകുതിയിൽ ഒരു നോമ്പ് ഉണ്ട്. ഏതാ? ഷഅബാൻ 15-ന്റെ പകല് നോമ്പിടിച്ച ആക്ക് 16-നും 17-നും ഒക്കെ പിടിക്കാം, കുഴപ്പമില്ല. കാരണം അവസാനത്തെ പകുതിയിൽ മാത്രമല്ല, ആദ്യത്തെ പകുതിയിൽ അവസാനത്തെ ദിവസം 15-ാമത്തെ ദിവസം അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മസ്അല സംബന്ധമായിട്ടുള്ള ഒരു ചർച്ച നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്നുകൂടി പറയാം, ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവർ നിർബന്ധമായും അറിയേണ്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തേത്, നമ്മുടെ അമല് ഷഅബാനിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തുന്നുണ്ട്. ആ സമയം ഒരു നോമ്പുകാരന്റെ അമല് എന്ന പരിഗണന നമുക്ക് കിട്ടും. നമ്മൾ നോമ്പോടുകൂടെയാണ് ഷഅബാനിൽ കഴിയുന്നത് എങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്, നോമ്പുകാരൻ അറിയണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ഷഅബാൻ മാസത്തിലെ നോമ്പ്. ഹബീബിന് ഇഷ്ടമുള്ള ഒരു അമലാണല്ലോ ഈ നോമ്പ്. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഷഅബാനിലെ ഈ നോമ്പ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലാണല്ലോ. ആ നിലക്ക് നമ്മൾ നമ്മുടെ നോമ്പിനെ കുറിച്ചൊരു ബോധമുള്ളവരായിരിക്കണം. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട നോമ്പാ ഞാൻ എടുത്തിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോട് ചേരാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ നോമ്പുകാരനും ഇത് അറിഞ്ഞ് ചെയ്യുമ്പോൾ, ഇത് അറിഞ്ഞ് മനസ്സിലാക്കി നോമ്പെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ആസ്വാദനമുണ്ട്. നോമ്പുകാരൻ, ഷഅബാൻ മാസത്തിലെ നോമ്പുകാരൻ അറിയേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ഷഅബാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് നമ്മൾ ആത്മീയമായി ഒരുപാടങ്ങ് ഒരുങ്ങിയാൽ നമുക്ക് റമദാൻ എളുപ്പമാകും, സന്തോഷമാവും, റമദാൻ ആസ്വാദ്യവുമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന നോമ്പുകാരൻ നിർബന്ധമായും അറിയേണ്ട 4ാമത്തെ കാര്യം, ഷഅബാനിലെ സുന്നത്ത് മാത്രം ഉദ്ദേശിച്ച് അവസാനത്തെ 15-ൽ, അതായത് 16 മുതൽക്കുള്ള ദിവസങ്ങളിൽ ഒരാള് നോമ്പെടുക്കാൻ ഇറങ്ങിയാൽ, അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരാള്, എന്നാൽ നേരത്തെ പറഞ്ഞ ആ കാരണങ്ങളില്ലാത്ത ആളാണെങ്കിൽ, അതായത് മുമ്പുള്ളതിന്റെ തുടർച്ചയായി മുമ്പ് ഷഅബാനിലെ ആദ്യത്തെ 15-ല് ഏതോ 1-2 ദിവസമൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവന്റെ പതിവ് എല്ലാ മാസം അവസാനത്തെ പകുതിയിൽ തിങ്കളും വ്യാഴവും നോമ്പുപിടിക്കുന്ന പതിവാണുള്ളത്, അങ്ങനെയുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നേർച്ചയാക്കിയത് അവസാനത്തെ പകുതി നോമ്പുപിടിക്കാമെന്നിങ്ങനെ എല്ലാ മാസവും നേർച്ചയാക്കി, അല്ലെങ്കിൽ ഷഅബാനിൽ മാത്രം നേർച്ചയാക്കി. നേർച്ച നോമ്പ് സുന്നത്ത് നോമ്പല്ലല്ലോ.
അപ്പൊ അങ്ങനെയുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഖളാ വീട്ടുന്നു ഫർദ് നോമ്പ്, അല്ലെങ്കിൽ സുന്നത്ത് ഖളാ വീട്ടുന്നു, അങ്ങനെ ഖളാ എന്ന പരിഗണനയിലും അവസാനത്തെ പകുതിയിൽ കുഴപ്പമില്ല. അല്ലാതെ ശഅബാനിലെ സുന്നത്ത് മാത്രം ഉദ്ദേശിച്ച് അവസാനത്തെ പകുതിയിൽ മാത്രം ഒരാൾ നോമ്പെടുക്കാൻ തുനിഞ്ഞിറങ്ങൽ ഹറാമാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ആ ഭാഗം ആവർത്തിച്ച് കേൾക്കാം. ഒരു മസ്അല പറഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. പറഞ്ഞതും കേട്ടതും റബ്ബ് സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.